തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസിൽ നിന്ന് 20 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ധന്യ മോഹൻ കൊല്ലത്ത് ഒരു ആഡംബര വീട് വാങ്ങിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ മാത്രമായിരുന്ന ധന്യ ആഡംബര കാറുകളും സ്വന്തമാക്കി. പോലീസിൽ കീഴടങ്ങിയ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യത. സൂരജ് സജി കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, യഥാർത്ഥത്തിൽ ഈ ധന്യ ആളൊരു നല്ല മിടുക്കിയാണല്ലേ? ഓക്കെ, പറയൂ. ഗുഡ് മോർണിംഗ്. എസ് കെ അത് തന്നെയാണ്, നിസ്സാരക്കാരിയല്ല ധന്യ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൊല്ലത്ത് 1.5 കോടിയുടെ ആഡംബര വീടാണ് സ്വന്തമാക്കിയത്. അതും കൊല്ലം നഗരത്തിൽ 5 വർഷമെടുത്താണ് ധന്യ ഈ തട്ടിപ്പ് നടത്തിയത്. 5 വർഷമായി 19 കോടി 95 ലക്ഷം രൂപ ധന്യ തട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഓഡിറ്റ് വിഭാഗവും എല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 80 ലക്ഷം രൂപ തട്ടി എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഈ മണപ്പുറം ഫിനാൻസ് ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകുന്നത്. പിന്നാലെ ഇവർക്കൊരു സംശയം തോന്നുന്നു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വർഷം പിന്നോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുന്ന സമയത്താണ് ഈ വ്യാജ ലോണുകൾ നൽകിക്കൊണ്ട് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഓൺലൈനായി ലോണുകൾ നൽകും. ആ സമയത്ത് ഇവരുടെ ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിൽ ഈ ഓൺലൈൻ വായ്പകൾ അനുവദിക്കുകയും പിന്നീട് ആ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. അതുകൊണ്ട് തന്നെ ഇത് ഈ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഒടുവിൽ നടന്ന ഓഡിറ്റിലാണ് ഇത്തരത്തിലൊരു 80 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് മനസ്സിലാക്കുന്നത്. ഇത് പോലീസിന് കൈമാറുകയും ചെയ്തു. ഈ വിവരം കൈമാറിയത് അറിഞ്ഞതോടുകൂടി തന്നെ ധന്യ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓഫീസിൽ നിന്ന് കടന്നു കളയുകയായിരുന്നു. അതിനുശേഷം ഇവർ ഒളിവിലേക്ക് പോയി. 3 ദിവസമായി തൃശ്ശൂരിൽ നിന്നുള്ള പോലീസ് സംഘം കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ അന്വേഷണം നടത്തി. ഇതിനിടയിലാണ് ധന്യ ഇന്നലെ കൊല്ലത്ത് കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും ധന്യയെ നിലവിൽ പുലർച്ചെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലെല്ലാം തുടരുകയാണ്. അതോടൊപ്പം പോലീസ് പറയുന്നത് കൊല്ലത്ത് 1.5 കോടിയുടെ ആഡംബര വീട്, അതോടൊപ്പം തന്നെ 4 ആഡംബര കാറുകൾ തുടങ്ങി നിരവധി സ്വത്തുക്കൾ ഈ പണം ഉപയോഗിച്ച് സ്വന്തമാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഷെയർ മാർക്കറ്റ് അടക്കം ഈ തുക നിക്ഷേപിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാണ് ഈ തുക ചിലവഴിച്ചത് എന്നെല്ലാം കണ്ടെത്താനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. സ്വത്തുക്കൾ മരവിപ്പിക്കാനുള്ള നടപടിയും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സൂരജ് സജി, താങ്ക് യു.